മുരിങ്ങയില വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇതുപോലെ മുരിങ്ങയില ഒരു വട്ടെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് മുരിങ്ങൻ്റെ ഇല തണ്ടോടൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇല തന്നെയാണ്. കാരണം നമ്മൾ മുരിങ്ങേൻ്റെ കൊമ്പ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ തെഴുത്ത് വരുന്നത് നല്ല കരുത്താണ് കാരണം. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇലയും കൂടെ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 തണ്ട് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ ഒന്ന് അടിഭാഗത്തൊക്കെ അങ്ങനെ കുറേ ഒരു പൊഴുപ്പൊക്കെ ഉള്ള ഇലയൊക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഇപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല തളിരില തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു മുരിങ്ങൻ്റെ ഇല താളിക്കുകയാണെങ്കിലും ഒലത്തുകയാണെങ്കിലും ഒക്കെ നല്ല ഇളമ ഇലയിൽ നമ്മൾ എടുക്കുക. ഒലർത്താൻ കുറച്ചൊക്കെ മൂത്തതാണെങ്കിലും പക്ഷേ താളിക്കാനും കറി ഉണ്ടാക്കാനും, കറി എന്ന് പറഞ്ഞാൽ താളിക്കലും കറി തന്നെയാണ്. പക്ഷെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ചക്കക്കുരു ഒക്കെ വെച്ചുകൊണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ മുരിങ്ങൻ്റെ ഇലേൻ്റെ കറി. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇലമ്മ ഇല തന്നെ എടുക്കുക. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇനി എത്ര മൂത്ത ഇലയാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല കറക്റ്റ് രുചി തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അത്യാവശ്യം നല്ല ഇലയൊക്കെ നോക്കിയിട്ട് കുറച്ച് തണ്ടോടൊക്കെ അങ്ങോട്ട് ഒടിച്ചെടുത്തിക്കണേ. ഇനി ഇതിൽ നമുക്ക് മാറാലുണ്ടോ എറൂലുണ്ടോ വല്ലതൊക്കെ ഉണ്ടോ ഇല മടങ്ങി കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ അധികം പ്രസ് ചെയ്യാതെ മുഴുവനായിട്ടൊന്നും ഇങ്ങോട്ട് ഊരിയെടുക്കട്ടോ. നമ്മളുണ്ടല്ലോ ഈ ഒരു മുരിങ്ങൻ്റെ ഇല എടുത്തുകാണ്ട് ഊരണ സമയത്ത് ചിലവരൊക്കെ കാണാൻ കൈകൊണ്ടൊക്കെ അധികം പ്രസ് ചെയ്യണം. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തായാലും മുരിങ്ങൻ്റെ ഇല കയ്പ്പ് രസം വരും. ചിലവർക്കൊക്കെ ഉണ്ട് ഒരു പറച്ചിലിൻ്റെ വീട്ടിലെ മുരിങ്ങക്കൊരു കയ്പ്പാണെന്ന്. അപ്പോൾ ആരെ വീട്ടിലെ മുരിങ്ങക്കും കയ്പ്പില്ല, പക്ഷെ നമ്മൾ എടുക്കണോടത്തുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പം അധികം പ്രസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഊരിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ലെങ്ത്ത് കൂടണ്ടല്ലോ, മുരിങ്ങൻ്റെ ഇലയൊക്കെ ഊരാൻ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓരോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾ ഒഴിച്ചെടുക്കലെന്ന് വെച്ചാൽ അത് ഒഴിച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് കടുകും 1/2 ടേബിൾ സ്പൂണ് ഉഴുന്നിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതാ കുരൊക്കെ കളഞ്ഞ് ലേശം പൂളി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ തീ നല്ലോണം കുറച്ചേക്കണം. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല അടിക്കെട്ടുള്ള നല്ലൊരു കനമുള്ള പാനാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കടായിൽ നമുക്ക് ഒരുപാട് തീൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ചൂടായ എണ്ണ ആയിട്ടുള്ള സമയത്ത് ഞാൻ ഉഴുന്നും കടുകൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ തന്നെ മതിട്ടോ. വേണമെങ്കിൽ തീ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ പുളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് കൊത്തമല്ലി ഉണ്ടല്ലോ, മല്ലി, അപ്പോൾ ആ ഒരു കൊത്തമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളക്. അപ്പം മുളക് ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് ചേർത്തെടുത്തോളി. ഞാനിപ്പോൾ ഇത് 2 ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മളിതിപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് മുളക് നമ്മൾ ഇതിൽ ചേർക്കണതൊക്കെ നല്ല നമ്മുടെ ശരീരത്തിന് നമുക്കായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ല പ്രോട്ടീനും പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യനും മിനറൽസും എല്ലാം എന്ന് പറയാൻ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കുറച്ച് സാധനങ്ങളാണ് ചേർക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തോനെ മുളക് ഇടണില്ല കേട്ടോ. വറ്റൽമുളകാണ്, ഒരു ഗുണമില്ലാത്തൊരു സംഭവമാണ്. എന്നാൽ നല്ല ടേസ്റ്റ് കൊടുക്കണമെങ്കിൽ കുറച്ചൊക്കെ മുളക് ഇടണം. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ നെരിഞ്ഞ് വന്നപ്പോൾ മുഴുവൻ ഇങ്ങോട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഒരു സ്റ്റെയിനർ നല്ല സ്റ്റീലിൻ്റെ അരിപ്പിക്ക് കോരി മാറ്റട്ടോ. അല്ല പ്ലാസ്റ്റിക്കിൻ്റെയിലൊക്കെ ആയാൽ വേഗം ഒരുവും, നല്ല തിളച്ച എണ്ണല്ലേ. അപ്പോൾ ആ ബാക്കിയുള്ള ഒരു എണ്ണയിൽ നമ്മളിതാ ഒരു 3-4 ടേബിൾ സ്പൂണ് കടല, നമ്മൾ തൊലിക്കടല ഉണ്ടല്ലോ നമ്മൾ വറുത്തൊക്കെ കഴിക്കണ ആ കടല, അതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പ്രത്യേകിച്ച് സ്പീനിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കടല ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് എണ്ണ ചൂടായി ഇട്ടെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ ആ ഒരു പൊട്ടുന്ന സൗണ്ടിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ലോണം വറവായിട്ടുണ്ടെന്ന്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കട്ടോ. പക്ഷെ കരിയാൻ തുടങ്ങുകയാണെന്ന് കണ്ടാൽ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ ഈ കടലൊന്ന് പൊട്ടുന്ന സമയത്ത് ഞാൻ അതിലേക്കൊരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കടലയും കൂടി നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ഇത് അതുപോലെ നേരത്തെ മറ്റതൊക്കെ കോരി മാറ്റിയ പോലെ തന്നെ ഇതും ഒന്ന് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് കരിയണ്ട, വേഗം കോരി മാറ്റണം, നന്നാവും. അപ്പോൾ ഈ കോരി ഇതും കൂടി എടുത്തതിന് ശേഷം ആ ഒരു ചൂടായ എണ്ണയിലേക്ക് ഞാൻ നമ്മളെ മുരിങ്ങൻ്റെ ഇല ഉണ്ടല്ലോ ഊരി വെച്ചത്, അതിൽ നിന്ന് മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല, എന്നാലും ഒരു
ഒരു ഗ്ലാസ്സോളം മുരിങ്ങൻ്റെ ഇല ഈ രീതി ഇട്ടുകൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, വെറും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരുപാട് നെരിയാനും നിൽക്കണ്ട, എന്നാലും ഒന്നിങ്ങനെ വറുത്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ തീ ഒരിക്കലും കൂട്ടരുത്, എന്നാലും ഫ്ലെയിം ഓഫ് ചെയ്യാനും പാടില്ല കേട്ടോ. ആ ഒരു തീ കിടന്നിട്ട് ഇങ്ങനെ. പക്ഷെ മുരിങ്ങൻ്റെ നമ്മൾ നല്ലൊരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും മുരിങ്ങൻ്റെ വേഗം താളി പോകുന്നതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഇങ്ങനെ എന്താണ് എണ്ണയിൽ ചൂടുള്ള എണ്ണയിൽ കിടന്നാൽ 2-3 ടേബിൾ സ്പൂണൊക്കെ കേട്ടോ പിന്നീട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങയില കുറേ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതാ നല്ലൊരു മണം കേട്ടോ, ഈ മല്ലിയും എല്ലാം കൂടെ വറവിൻ്റെ മണം, അതുപോലെ തന്നെ ഈ മുരിങ്ങൻ്റെ ഇങ്ങനെ എണ്ണയിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒക്കെ ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അതാ ഈ മുരിങ്ങൻ്റെ ഇലൻ്റെ കളറ് നല്ലൊരു പച്ചന്നായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാവും മക്കളെ മുരിങ്ങൻ്റെ ഇല. മുരിങ്ങൻ്റെ ഇലയോട് നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. എന്താ സാധനം എന്ന് പറഞ്ഞാൽ ചോറൊക്കെ കൂട്ടാനുള്ള ഒരുവിധം പരിപാടികളൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ ഇലൻ്റെ പൊടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. മുരിങ്ങൻ്റെ ഇലൻ്റെ പൊടി മുരിങ്ങൻ്റെ ഇല ഉണക്കിയിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാനൊക്കെ നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ലാതെ ഡോക്ടർ പറഞ്ഞതാണ് അത് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ആയിട്ട് കുട്ടിക്ക് കുറച്ചൊരു കാഴ്ചക്കൊക്കെ നല്ല ശക്തി കൂടുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കാഴ്ച കൂടാനൊക്കെ നല്ലൊരു മെഡിസിൻ തന്നെയാണ് ഈ ഒരു മുരിങ്ങയില. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇത് അങ്ങനെ ഒരു മെഡിസിൻ ആക്കിയിട്ടൊന്നുമല്ല, നമുക്ക് നല്ലൊരു അടിപൊളി എന്ന് വെച്ചാൽ വേറെ ഒരു കൂട്ടാനുമില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിൽ ചിക്കനും ബീഫും മീനും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേറെ ഒന്നും സൈഡായിട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലൊരു ഐറ്റം നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ചോറിൻ്റെ കൂടെ ഒന്നും വേണ്ട, എന്ത് ഇല്ലെങ്കിലും ഇത് മാത്രം മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ എന്തൊന്നും ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് നമുക്ക് വേണ്ടി വരും അല്ലേ. ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പപ്പടം വേണ്ടി വരും, മീൻ വേണ്ടി വരും, ഉപ്പേരി വേണ്ടി വരും, ഒക്കെ വേണം. പക്ഷേ ഇതാകുമ്പോൾ ആ വെറും ചോറും ഇത് മാത്രം മതിയേനും. എന്നാൽ നമുക്ക് മീൻ കൂട്ടാനില്ലെങ്കിലും ഉപ്പേരി കൂട്ടിയില്ലെങ്കിലും ചിക്കനും ബീഫും ഒന്നും കൂട്ടിയില്ലെങ്കിലും അതിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാളും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ചമ്മന്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ കൂട്ടണില്ല, തേങ്ങ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. പക്ഷെ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്കൊക്കെ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്ന് കേടാവാൻ സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങ ലേശം എടുത്തിട്ട് ഒന്ന് ചെറുകിയതിന് ശേഷം ഒന്ന് വറുത്തിട്ട് ചേർക്കട്ടോ. അപ്പോൾ പിന്നെ തേങ്ങ കേടാവും, ഈ ഒരു ചമ്മന്തി കേടാവില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ലേശം സുർക്ക ഒഴിച്ചെടുക്കുന്നുണ്ട്. പുളി തന്നെ ഉണ്ടാവും, എന്നാലും കുറച്ച് സുർക്കും കൂടി ഒഴിക്കണുണ്ട്. 2 ടേബിൾ സ്പൂണോളം സുർക്കയാണ് കേട്ടോ. അപ്പോൾ കുപ്പിയോണ്ട് ഒഴിച്ചത് നോക്കണ്ട, കുപ്പീൻ്റെ മൂട്ടിൽ ലേശം ഉള്ളതിന്, അപ്പോൾ അത് മാത്രം ഒഴിച്ചെടുത്താണ്. ഇനിയിപ്പോൾ സുർക്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ല അരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ ഒരു പുളി തന്നെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മുരിങ്ങയിലയും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അരിഞ്ഞിക്കണം മക്കളെ, നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ആ ഒരു കൊത്തമല്ലി വറുത്തത്, എണ്ണയിട്ട് വറുത്താൽ തന്നെ വേറെ രുചിയാണല്ലോ. കൊത്തമല്ലി, മുളക്, ഉഴുന്ന്, കടല എല്ലാം കൂടെ ആയിട്ട് ഒന്നും പറയാല്ല കേട്ടോ, വല്ലാത്തൊരു സ്മെല്ലുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേശം കറിവേപ്പിലൊക്കെ വറുക്കണ സമയത്ത് ഇട്ട് കൊടുത്തോളി. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ലേശം ഇതിട്ട് കേട്ടോ, പാൽക്കായം എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാർ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് സാമ്പാർ കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ സാമ്പാർ കായം കഷ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എന്താണ് കടക്, ഉഴുന്ന് ഒക്കെ ഇട്ടില്ല പുളിയൊക്കെ, ആ ഒരു സമയത്ത് ചെറിയൊരു കഷ്ണം സാമ്പാർ കായ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു എണ്ണയിലേക്ക്. അപ്പോൾ ആ ഒരു സാമ്പാർ കായത്തിൻ്റെ പ്രത്യേക ആ ഒരു പച്ചച്ചൊവ പോവും, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൊടിയുള്ളതുകൊണ്ട് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ആ ഒരു സാമ്പാർ കായൊക്കെ ഇതിൽ ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു രുചിയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഉപ്പും മുളകും എല്ലാം കൂടെ അരച്ചിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊടുത്തേക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേറെ എന്തൊക്കെയോ സോയാബീൻ പൊരിച്ച് എണ്ണ കുറേ കുടിച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ചൊക്കെ കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഈ കടലൊക്കെ ചേർത്തിട്ടുള്ള കടലയും മുരിങ്ങയൊക്കെ എന്താണെന്നറിയ സാധനം നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഗുണം ചെയ്യണതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്
കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഹാപ്പി, നമ്മൾക്കും ഹാപ്പി. പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഇതിലുണ്ട് കേട്ടോ. മുരിങ്ങൻ്റെ ഇലയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ എന്താ പറയുക, വീഡിയോ വലുതാവെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിക്കട്ടെ. പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം സൂക്ഷിക്കുക. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഞാൻ കുറഞ്ഞ രീതിയിൽ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നോളൂ. ഈ ഒരു സമയത്തൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്തൊരു ഈ ഒരു സമയത്തൊന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.